ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഫിഷ് വെച്ചുണ്ടാക്കുന്ന ഒരു ഫിഷ് മസാലയാണ് കേട്ടോ. ഈസിയായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഫിഷ് മസാല ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി ഫിഷിലേക്ക് ഒരല്പം മസാല പുരട്ടി വെക്കാനുണ്ട്. അതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, അതായത് ലൈം ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായി നമ്മളുടെ ഫിഷ് ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം ഫിഷാണ് എടുത്തിട്ടുള്ളത്. ദശക്കട്ടിയുള്ള ഏത് ഫിഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ മസാലയിലേക്ക് ഈ ഫിഷെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ച് തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നന്നായിട്ട് ആ മസാല അതിലേക്ക് പിടിക്കും കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചങ്ങ് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ നന്നായിട്ട് അത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 to 25 മിനിറ്റ്സ് നമുക്കിതൊന്ന് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള സവോളയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റുമേ. പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ ഇങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ. ഇതല്ലെങ്കിൽ നിങ്ങൾ ഇടികല്ലിട്ടിട്ട് ചതച്ചെടുത്താലും മതിയാവും. ഏതായാലും ഒരുപാട് അരഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകം. അടുത്തതായി നമുക്കിനി മാരിനേറ്റ് ചെയ്യാൻ വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ മീനെല്ലാം ഇതിലേക്ക് പറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഫിഷല്ലേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതൊന്ന് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആ സെയിം പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ കൂടുതൽ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം എണ്ണയിൽ തന്നെ ഇതെല്ലാം വഴറ്റിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ സെപ്പറേറ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക കേട്ടോ. നിങ്ങൾ കൊച്ചുള്ളി കുറവാണ് എടുക്കുന്നതെങ്കിൽ സവോള കുറച്ച് വലിപ്പമുള്ളത്, അതായത് 1-1.5 സവോള ഇതിലേക്ക് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു കളറിലേക്ക് വന്നാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് സവോള മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഉണ്ടല്ലോ, ഫെനൽ സീഡ്, അതിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം തീരെ കുറവിൽ വെക്കുക. അതിനുശേഷം ഇത് നല്ല മൂത്ത മണം വരുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഈ മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും അതുപോലെ തന്നെ ഫിഷും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് ആയതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് നേരം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ മസാലയൊക്കെ ഇതിൽ പിടിച്ച് ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഫിഷിലേക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളി മസാല ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
ഞാനപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മഞ്ഞ ക്യാപ്സിക്കം അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കം ഒന്ന് വെറുതെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈസിയായി ചെയ്യാവുന്ന ഇങ്ങനെ ഒരു ഫിഷ് മസാല ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.